ഞാൻ അകത്തേക്കില്ല. ഒന്ന് കേറിയാൽ എന്താ? ആവശ്യമില്ലാത്ത ശത്രുതയൊക്കെ. അതൊന്നും സതിക്കുട്ടിക്ക് മനസ്സിലാവില്ല. ഇതിനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വരില്ലായിരുന്നു. നേരെയാക്കിയാ നേരെയാവില്ലെങ്കിൽ എന്താന്ന് വെച്ചാ ചെയ്. ഇങ്ങനൊരു ഏട്ടന്യന്മാര്. Many more happy returns of the day. Thank you. രണ്ടുപേരും ഇത്ര ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓർമ്മയില്ലാഞ്ഞിട്ടാ. കളിച്ചു വളർന്നവരാ നിങ്ങള്. നമുക്ക് അങ്ങോട്ട് പോവാം. ഹോസ്പിറ്റൽ എങ്ങനെ പോകുന്നു? ആ, എല്ലാം ഒന്ന് നേരെയാവാനുണ്ട്. അപ്പുറത്തേക്ക് ചെല്ലട്ടെ. ഹലോ സതി, ഇത് മിസ്സസ് ജിജി സക്കറിയ, ഹസ്ബൻഡ് ജോൺ സക്കറിയ. ഹായ്. ഹലോ. ഹലോ. എന്ത് ചെയ്യുന്നു? ഞങ്ങക്ക് ബിസിനസ്സാ. ജിജിയുടെ മെടുക്കൊണ്ട് ജോൺ ഒരു കരപറ്റി. സത്യം. താങ്ക് യു. പിന്നെ ഒരു മിനിറ്റ്. ഇഷ്ടം പോലെ കാശും പേരും പെരുമയൊക്കെ ഉണ്ട്. ഇന്ന് ഇവരോടൊപ്പം നിൽക്കാൻ ഈ നാട്ടിൽ ആരും ഇല്ലെന്ന് തന്നെ പറയാം. ഓ, ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞൂടാ. മേനോൻ ചേട്ടനില്ലേ? അതാ ഞാൻ പറഞ്ഞു വന്നത്. വിനയന് കണക്കില്ലാത്ത കല്യാണ ആലോചനകൾ വന്നു. ഞങ്ങളൊന്ന് ചവിട്ടി പിടിച്ചതാ. ഓ, നോക്കൂ. അതെ, നാട്ടിൽ വന്നിട്ടാകാമെന്ന് വെച്ചു. ഇനി ഒന്ന് ആലോചിക്കണം. അല്ല, ഞങ്ങൾ ചിലതൊക്കെ ഒന്ന് ആലോചിച്ചു. വെട്ടി തുറന്നു പറഞ്ഞാൽ മോളെ വിനയനെ കൊണ്ട് വെറുതെ ഒരു ആലോചന തെറ്റല്ലല്ലോ. അയ്യോ, അതെന്താ അങ്ങനെ പറഞ്ഞത്? തെറ്റല്ലാന്ന് മാത്രമല്ല, ശരിയാ. കുട്ടികളുടെ മനസ്സൊന്നറിയാം. അവർക്കിഷ്ടായ നമ്മളങ്ങ് നടത്തുന്നു. അതെ. കുട്ടീനെ ഇഷ്ടമുള്ള സാരിയല്ലേ ഇത്? അതുകൊണ്ട് ഇതെന്നെ കൊടുത്തു എന്ന്. ഇന്നെന്താ വിശേഷം? പറയാൻ എനിക്കിത്തിരി നാണുണ്ടെങ്കിലും കേൾക്കുമ്പോ കുട്ടേട്ടന് ഇഷ്ടാവും. എന്നാ പറ, കേക്കട്ടെ. ഓ, പറയായിരുന്നു അല്ലേ? ഇന്നൊരു ഫോർമാലിറ്റിക്ക് അവരെന്നെ കാണാൻ വരുന്നുണ്ട്. ഒരു ബോറു പരിപാടിയാ, പക്ഷെ നിന്നോടത്തല്ലേ പറ്റൂ. പിന്നെ വിനയൻ ആളിത്തിരി മോഡേൺ ആയതുകൊണ്ട് എന്താ പേര്, എന്നെ ഇഷ്ടായോ, എനിക്കിഷ്ടായി തുടങ്ങി പതിവ് ഡ്രാമകളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം അല്ലേ? കുട്ടേട്ടനൊന്നും പറഞ്ഞില്ല. വിനയനെ ഇഷ്ടായതല്ലേ? എന്നാ അവനോട് പറയണം ഇഷ്ടായി എന്നുള്ളത്. പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ അറിയാതെ പോവില്ലേ. ഇഷ്ടങ്ങൾ അറിയാതെ പോകരുതാരും. അറിയാതെ പോയാ ആ അറിയാതെ പോകുന്നതൊക്കെ നഷ്ടങ്ങളാണ്. പിന്നൊരിക്കലും തിരിച്ചു കിട്ടാത്ത നഷ്ടങ്ങൾ. കുട്ടിയോട് പറഞ്ഞിരുന്നില്ലേ ഒന്നും? ചുമന്നുകൊണ്ട് നടക്കാൻ ഒരുപാട് വേദനകളുള്ളപ്പോ ഇതുകൂടി എന്തിനെ? ആദ്യത്തടിക്കേ വേദനയുള്ളൂ. കിട്ടിയെടുത്ത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോ ശീലായില്ലേ. പുതിയ വേദനകളൊന്നുമില്ല. പോയി കിടന്നോളൂ. തറവാട്ടമ്പലത്തിലെ ഉത്സവത്തിന് ഇനി ദിവസങ്ങളേ ഉള്ളൂ. നമ്മുടെ ഇല്ലായ്മകളൊന്നും ഈശ്വരന്മാരറിയണ്ട. കുറവൊന്നും വരുത്തിക്കൂടാ. എന്താ ഒരു മാർഗം കണ്ടത് നീ? മുകളിൽ ഒരാളുണ്ടല്ലോ, ഏതിലൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല. തിരക്കേറിയപ്പോ ഇവിടത്തെ കാര്യങ്ങളും മനസ്സിന്ന് പോയി അല്ലേ? അയ്യോ, മനസ്സിന്ന് പോകാൻ മനസ്സ് ഇവിടെന്ന് പോയിട്ട് വേണ്ട തിരുമേനി. എലഞ്ഞിക്കിലെ കാര്യമൊക്കെ അറിയാലോ തിരുമേനി. എത്ര ഓടിയിട്ട് അങ്ങോട്ട് എത്തണില്ല. പരക്കം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല, അതോർത്താ മതി. ഇല്ല, കുറവൊന്നും വരുത്താതെ നോക്കിക്കോളാം. ക്ഷേത്രോത്സവ കാര്യങ്ങൾക്ക് സുധീന്ദ്രൻ കടന്ന് ഞെരുങ്ങണ്ടെന്ന് പറഞ്ഞു.
വിജയൻ. ഇക്കൊല്ലം ഉത്സവ കാര്യങ്ങൾ അവര് നോക്കിക്കൊള്ളാന്ന് പുതിയടത്തുകാരെ നല്ലൊരു സംഖ്യം തന്നു വിജയൻ. അല്ല, അതിൽ തെറ്റൊന്നുമില്ല. അതേ കുടുംബം, അവരും അവകാശികള് ആയിക്കോട്ടെ. അതിൽ തെറ്റുണ്ട്. അച്ഛന്റെ കാലത്തും അതിനുശേഷവും ഇതൊക്കെ ഞങ്ങളല്ലേ നടത്തിപ്പോന്നത്. ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇതൊക്കെ അങ്ങനെ തന്നെ നടക്കും. പിടിച്ചേ. ഇതൊക്കെ വാശിയാ കുട്ടിയെ. സ്വത്തിന്റെയും പണത്തിന്റെയും കാര്യത്തിൽ അതൊക്കെ ആയിക്കോളൂ. ഈശ്വര കാര്യത്തില് ഈ വാശി വേണോ? ഈ പറഞ്ഞതാ പുതിയടത്തുകാരോട് പറയാറുന്നില്ലേ തിരുമേനിക്ക്? ഉത്സവം പതിവ് പോലെ നടക്കും, നടത്തും. പറയാനുള്ളത് തിരുമേനോടല്ല, ഞങ്ങളോട് പറഞ്ഞാൽ മതി. പറയാനുള്ളത് നിന്നോടല്ല, പറയാനുള്ളത് അവിടെയാ, ഭഗവതിയോട്. അല്ലാതെ കള്ളരാഷ്ട്രീയം കളിച്ച് കാശുണ്ടാക്കി പുതിയിടത്തുനിന്ന് പെണ്ണ് കിട്ടിയെന്നുള്ള പേരില് അവിടത്തെ ചോറ് നിന്ന് കൊഴുത്ത് വീർത്ത നിന്നോടല്ല സുധാകരൻ. ഇംഗ്ലീഷ് മീഡിയത്തിൽ മലയാളം പഠിച്ച നിനക്ക് അറിയാൻ വയ്യാത്തൊരു അർത്ഥമുണ്ട് സുധാകര. ചെറ്റാന്നുള്ള വാക്കിന് തീക്കൊള്ളിന്ന്. ഞാൻ ചെറ്റയാണെങ്കിൽ ഈ ചെറ്റയുടെ തീയിൽ എരിഞ്ഞ് ചാമ്പലായി പോന്നി. വിനു, വേണ്ട വിനു, വേണ്ട. വേണം, ഞങ്ങൾക്ക് വേണം. വിനു വേണ്ടതല്ലേ പറഞ്ഞത്? വിനു മാറ. വിനു വേണ്ട, വിനു അവനെ വെറുതെ വിട്ടേക്ക്. നേരം വരും, അന്നെടുത്തു ആയുധം അവൻ നിന്റെ കാൽക്കൽ തോറ്റു കിടക്കും. എന്താണ് പറഞ്ഞത്? ചത്തുപോന്നേ. തൽക്കാലം വേണ്ടാന്ന് വെച്ചു. ആഹാരമില്ലാത്ത ദരിദ്രന്റെ ആയുസിന് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ദാ ഈ ഭഗവതിയുടെ കൺമുമ്പിലെ നാട്ടുകാരെ സാക്ഷി നിർത്തി കൊന്നേക്കില്ലേ? ഞാൻ ജീവനോടെ നിന്ന ഭഗവതിയുടെ വാള് ഞാൻ എടുക്കും. ഉത്സവം ഞാൻ നടത്തും. തട്ടിയെടുത്തോ, എല്ലാം നിങ്ങളെ ഏട്ടനും അനിയനും കൂടി തട്ടിയെടുത്തോ. എല്ലാം കഴിഞ്ഞ ഒടുവില് സർവ്വവേദനകളും ഞാൻ ഇറക്കി വെക്കുന്ന എന്റെ അമ്മയെ, എന്റെ ഭഗവതിയെ തരില്ല ഞാൻ. കാശിനും കത്തിക്കും വാളിനും ആയുധങ്ങൾക്കൊക്കെ മനുഷ്യന്മാരെ കീഴ്പ്പെടുത്താൻ പറ്റൂ, ഈശ്വരനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. കുട്ടേട്ടന്റെ വീട്ടുകാരും നിങ്ങളും തമ്മിലുള്ള ഈ വഴക്കുകളൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ? ഏത് പ്രശ്നത്തിനും ന്യായമായ ഒരു പരിഹാരം ഉണ്ടല്ലോ. ഈ പ്രശ്നത്തിനതില്ല. അതെന്താ? അതൊന്നും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോ ഞാൻ വിളിച്ച ഫോൺ എടുക്കാൻ കൂടി സൗകര്യമില്ലാതായോടോ.
തിരിച്ചു മിണ്ടാൻ പറ്റാത്ത കണ്ടീഷൻ ആണെങ്കിൽ കേട്ടാ മതി. അല്ലെങ്കിലും ആ ഡോക്ടർ വന്ന് ചാടിയ പിന്നെ നിന്നെ കെട്ടിയിട്ട പോലെയായി. പിന്നെ ഹസ്ബൻഡ് ഇന്ന് സിംഗപ്പൂര് പോവാ. ഈ 5-6 ദിവസം നമ്മുടേതാ. കഴിഞ്ഞ തവണത്തെ പോലെ ദൂരെ യാത്ര ചെയ്ത് ടെൻഷൻ അടിക്കണ്ട. നമുക്ക് ഇവിടെ കൂടാം, എന്റെ വീട്ടിലെ. ഫ്രീ ആവുമ്പോ എന്നെ ഒന്ന് തിരിച്ചു വിളിക്ക്, നമുക്ക് പ്ലാൻ ചെയ്യാന്നേ. മുഷിഞ്ഞോ? ഏയ്, നന്നായിരുന്നു. എന്ത് മ്യൂസിക്. പിന്നെന്താ ഓഫാക്കിയേ? ചില പാട്ടുകൾ പിന്നെയും പിന്നെയും കേൾക്കാൻ തോന്നും. പക്ഷെ ചിലത് കേട്ട് തുടങ്ങുമ്പോഴേ വേണ്ടാന്ന് തോന്നും. ഇപ്പോഴത്തെ കാലത്ത് ചേരാത്ത ജാതകങ്ങൾ ചേർക്കുക എന്നൊരു ഏർപ്പാടുണ്ട്. ജ്യോത്സ്യന്മാരെ പോലും വിശ്വസിക്കാൻ പറ്റുകയില്ല. സതിയുടെയും വിനയന്റെയും കാര്യത്തിൽ അതൊന്നും വേണ്ടിയൊന്നുമില്ലല്ലോ. നമ്മൾ നടത്തിയില്ലെങ്കിലും ഈ കല്യാണം നടന്നിരിക്കുന്ന ജ്യോത്സ്യം പറയണേ. അത്രയ്ക്ക് ചേർച്ചത്രേ. കല്യാണ നിശ്ചയത്തിന് പെണ്ണും ചെക്കനൊന്നും ആവശ്യമില്ല. ഞങ്ങൾ കാരണന്മാര് മതി. പക്ഷെ ഇത് അങ്ങനെ ഒരു കല്യാണവും നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവും അല്ലല്ലോ. എന്തേ മേന്നെ? അതെ അതെ. അപ്പോ നമുക്കിനി കല്യാണത്തിനൊരു ദിവസം കാണുന്ന കാര്യത്തിലേക്ക് കിടക്കാം. ഡോക്ടറുടെ സൗകര്യം കൂടെ നോക്കിയിട്ട് വേണമല്ലോ ഒരു ദിവസം കാണാൻ. എന്റെ സൗകര്യം തീരുമാനവും നോക്കിയിട്ടാണെങ്കിൽ ഈ വിവാഹത്തിനൊരു ദിവസം കാണേണ്ടി വരില്ല. അതെന്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇന്നലെ ഞാൻ പറഞ്ഞതാ. എന്നിട്ട് ചാടിപ്പിടിച്ചൊരു നിശ്ചയം. ഇങ്ങനൊരു വിവാഹം നടക്കുന്നില്ല. എന്താ നീ പറഞ്ഞത്? എന്താ നീ പറഞ്ഞത്? എന്തേ കെട്ടണോ? കെട്ടാൻ വന്നാൾക്ക് അത്ര നിർബന്ധം പറയട്ടെ. സത്യമുള്ളൊരു ബന്ധമായിരിക്കും പറയട്ടെ. കെട്ടിക്കോളാം ഞാൻ. എന്നെക്കാൾ എത്രയോ നല്ല പെണ്ണുങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ വിനയനെ ഇപ്പോഴും ഉണ്ട്. ഇനി ഉണ്ടാക്കി എടുക്കുകയും ചെയ്യും. പിന്നെ ഞാനെന്തിനാ? നിർത്തടി. ഒന്നും മിണ്ടുന്നില്ല എന്ന് വെച്ച് മണ്ടേ കയറി നിന്ന് ഇറങ്ങാന്ന് വിചാരിച്ചോ? ഡോ മേന്നെ, മോളുടെ അസുഖം മനസ്സിലായി. ഇത് അവന്റെ കുത്തിത്തിരിപ്പാ, ആ സുധീന്ദ്രന്റെ. അവന്റെ കൂടെ രാവും പകലും കറങ്ങി തിരിയായിരുന്നല്ലോ ഈ ഒരുമ്പെട്ടോള്. അതെ, ഞാൻ എനിക്ക് തോന്നിയവരുടെ കറങ്ങി തിരി തോന്നിയ പോലെ ജീവിക്കും. ഞാൻ നിങ്ങളുടെ അനിയന്റെ കൂടെ ജീവിക്കാൻ ഉദ്ദേശമില്ല. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി തന്ന മതിയല്ലോ. പോരാ, ബാക്കിയുടെ വിളമ്പ്. എന്തൊക്കെയാണ് തന്തയ്ക്ക് പറക്കാത്ത ചെറ്റ പറഞ്ഞു പഠിപ്പിച്ചതെന്ന് വെച്ചാ ഒക്കെ ചിലക്ക് കേക്കട്ടെ. അവൻ എനിക്ക് എന്ത് കൈവശ തന്നെന്ന് പറയാൻ. ആരുടെ കാര്യം അമ്മയും പറയണേ? എനിക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞാ എവിടെയോ കിടക്കുന്ന കുട്ടേട്ടൻ എങ്ങനെ കുറ്റക്കാരനാവും? ആണ്, അവൻ തന്നെ ഇങ്ങനെ പറഞ്ഞു തിരിച്ചു വെച്ചിരിക്കുന്നത്. നന്ദിയില്ലാത്ത നായ. ആണോ? എന്നാൽ ഇനി നിങ്ങളൊക്കെ തീരുമാനിച്ച പോലെ തന്നെ ആയിക്കോട്ടെ. കുട്ടേട്ടൻ തന്നെയാ കാരണം. കുടുംബത്തിലെ മഹിമ നോക്കിയല്ല അമ്മ എനിക്ക് കല്യാണം ഉണ്ടാക്കിയത്. ആ കുടുംബത്തിലെ ആള് തന്നെയാ കുട്ടേട്ടൻ. കെട്ടിച്ച് തന്നാ മതി, ഞാൻ കെട്ടിക്കോളാം. കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്കണോ? ഉളുപ്പില്ലാത്ത മേന്നെ. അല്ല, അവക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വാ തുറക്കരുത്. നാക്ക് ഞാൻ അറിയും തന്തടേ മോളുടെ. വേണ്ട, ഇവിടെ നമ്മൾ വന്നു കയറി വരാം, ഇറങ്ങാം. പക്ഷെ ഒരുത്തനെ ഇവിടെ കെട്ടാൻ പോണ അവനെ അവിടെ നിറക്കാനുണ്ട്.